അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ നമ്മുടെ വലിയ അത്താണിയും നൂറുകണക്കിലെ പ്രയാസവും രോഗവും ദുഃഖവും അനുഭവിക്കുന്നവരുടെ ആശ്രയ കേന്ദ്രവുമായ സയ്യിദ് ജലാലുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ, അതുപോലെ ബഹുമാനപ്പെട്ട പാത്തൂർ ഉമർ സഖാഫി ഉസ്താദ് അടക്കമുള്ള മജ്ലിസിലും സദസ്സിലുമുള്ള ആലിമീങ്ങളെ, സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, ഉമ്മപെങ്ങന്മാരെ, വിദ്യാർത്ഥികളെ, ഒരു ദീർഘമായ ഒരു പ്രസംഗം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ പ്രധാനമായി ഇവിടെ എല്ലാ മാസവും നടക്കുന്ന ഖാജ മുഈനുദ്ദീൻ അൽ ജിഷ്തി അൽ അജ്മീരി മഹാനരുടെ പേരിലുള്ള മജ്ലിസും ബഹുമാനപ്പെട്ട സാദാത്യങ്ങളുടെ ദുആയും കൂട്ടത്തിൽ ഒരു മാസം മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞ മഹാനരായ ഖുറത്തുസ്സാദാത്ത് ഖുറത്ത് തങ്ങളുടെ അനുസ്മരണയും ഉദ്ദേശിച്ചിട്ടാണ് ഈ പ്രതികൂല സാഹചര്യത്തിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് മജ്ലിസ് തീർത്ത് ഒന്ന് വീട്ടിലെത്തണം എന്ന് ചിന്തിക്കുന്ന സമയമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ദീർഘമായി ഒന്നും സംസാരിക്കാതെ മഹാനായ ഖുറത്ത് തങ്ങളെ കുറിച്ചും അവിടുത്തെ കുടുംബത്തെക്കുറിച്ചും ആ ഖുറത്ത് തങ്ങളുടെ പിതാവായ ശൈഖുന താജുൽ ഉലമ ഉസ്താദിനെ കുറിച്ചും കർണാടകക്കാരായ അതിലും ദക്ഷിണ കന്നഡ ജില്ലക്കാരായ നമുക്ക് ഒരു പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതിനാൽ തന്നെ മഹാനായ ഖുറത്ത് തങ്ങളെ കുറിച്ച് നിരന്തരമായി കഴിഞ്ഞ ഒരു മാസങ്ങളിലിപ്പുറം വിവിധ മാധ്യമങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നതിനാലും ഞാൻ ഒന്ന് പരത്തി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതുമാകട്ടെ, മഹാനായ ഖുറത്ത് തങ്ങൾ പെട്ടെന്ന് നാം ആരും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു സന്ദർഭത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ് ബർസഖി ലോകത്തിലെ ജീവിതം തുടങ്ങിയതിൽ നമുക്ക് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിലും നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മഹാനായ ഖുറത്തുസ്സാദാത്ത് ഖുറത്ത് തങ്ങളുടെ വഫാത്ത്, ആ വഫാത്തിന്റെ വേളയിൽ മഹാനവറുകൾ പറഞ്ഞ വാക്കുകൾ, ആ വഫാത്തിനെ മുസ്ലിം ഉമ്മത്ത് നേരിട്ട രീതി, ആ മഹാനായ ഖുറത്തുസ്സാദാത്ത് തങ്ങളുടെ ഹളറത്തിൽ മഹാനവറുകൾ വഫാത്തായിട്ട് മാസം 1 കഴിയാനായെങ്കിലും ഇപ്പോഴും അവിടെ ജനനിബിഡമായി നിരന്തരമായി പവിത്രമായ ഖുർആനും ദിക്റുകളും ആ ഹളറത്തിൽ ഹദിയ ചെയ്യപ്പെടുന്നു എന്നത് ഓർക്കുമ്പോൾ മഹാനായ തങ്ങൾക്ക് അല്ലാഹുവിന്റെ മുന്നിൽ വലിയ സ്ഥാനമുള്ളത് ഉറപ്പാണ് എന്ന് മുഅ്മിനീങ്ങളായ നമുക്ക് വിലയിരുത്താൻ ധാരാളം മതി. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹാന്മാരുടെ ജീവിതം സുബ്ഹാനല്ലാഹ്. ഒരു ചെറിയ സംഭവം ഞാൻ പറയുന്നു. മഹാനായ ഇബ്നുൽ ജലാ റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ജലാ റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നു. ലമ്മാ മാത്ത അബീ,
മഹാനായ ഇബ്നുൽ ജലാ റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ ബാപ്പ മരണപ്പെട്ടു. അങ്ങനെ എന്റെ ബാപ്പ മരണപ്പെട്ടിട്ട് ആ ബാപ്പയുടെ മയ്യത്ത് പരിപാലനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നീങ്ങുമ്പോൾ ഇതാ പെട്ടെന്നൊരു കാഴ്ച കാണുന്നു. ബാപ്പനെ കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്ത് കട്ടിലിൽ, കുളിപ്പിക്കുന്ന കട്ടിലിൽ കിടത്തിയിട്ടുണ്ട്. ആ കിടത്തപ്പെട്ട നേരത്ത് എന്റെ ബാപ്പ നന്നായി ചിരിക്കുകയാണ്. നന്നായി ചിരിക്കുന്നത് ഞാൻ കണ്ടു. മഹാനായ ഇബ്നുൽ ജലാ റളിയല്ലാഹു അൻഹു പറയുന്നു, മരണപ്പെട്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് ഇപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്ത് കൊണ്ടുപോയതാണ്. കുളിപ്പിക്കാൻ വേണ്ടി കട്ടിലിൽ കിടത്തിയതാണ്. അപ്പോഴതാ മരണപ്പെട്ട ബാപ്പ ആ കട്ടിലിൽ കിടന്ന് നന്നായി ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു കഥയല്ല ഞാൻ പറയുന്നത്. മഹാനായ അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു അവിടത്തെ കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ ഇബ്നുൽ ജലാ തങ്ങൾ പറയുന്നത്, എന്റെ ബാപ്പ വഫാത്തായിട്ട് ബാപ്പാനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് കട്ടിലിൽ കിടത്തിയപ്പോൾ ബാപ്പ നന്നായി ചിരിക്കുന്നു. അങ്ങനെ ബാപ്പ ചിരിക്കുന്നത് കാണുമ്പോൾ മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞ ഒരാൾ ആ കട്ടിലിൽ കിടന്നിട്ട് പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ ഒരാൾക്കും എന്റെ ബാപ്പനെ കുളിപ്പിക്കാൻ ധൈര്യം വന്നില്ല. എന്തോ ഒരു പേടി. അങ്ങനെ സുബ്ഹാനല്ലാഹ്, മഹാനായ ഇബ്നുൽ ജലാ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനായ ഇബ്നുൽ ജലാ പറയുന്നു, ബാപ്പാന്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട്, ബാപ്പാന്റെ ഒരു സഹപാഠി വന്നിട്ട് പിന്നെയാണ് ആ മഹാന്റെ നേതൃത്വത്തിലാണ് എന്റെ ബാപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കൽ കർമ്മം നടന്നത്. എന്നാൽ ആ പറഞ്ഞ ഇബ്നുൽ ജലാ റളിയല്ലാഹു അൻഹു കുറച്ച കാലം കഴിഞ്ഞിട്ട് മഹാനായ ഇബ്നുൽ ജലാ റളിയല്ലാഹു അൻഹു വഫാത്തായി. എന്നാൽ ആ ഇബ്നുൽ ജലാ തങ്ങൾ വഫാത്തായ സംഭവം ഇമാം അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ലമ്മാ മാത ഇബ്നുൽ ജലാ നളറു ഇലൈഹി ഫഇദാ ഹുവ യൽഹഖു. ബാപ്പ മരിച്ചിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് മയ്യത്ത് കട്ടിലിൽ കിടത്തിയപ്പോൾ ചിരിച്ചതെങ്കിൽ ആ ബാപ്പയുടെ മകനായ മഹാനായ ഇബ്നുൽ ജലാ റളിയല്ലാഹു അൻഹു ആ മഹാൻ മരിച്ചതേ ഉള്ളൂ, നിരന്തരമായി ചിരിക്കുകയാണ്. വഫാത്തായ ഇബ്നുൽ ജലാ റളിയല്ലാഹു അൻഹു ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നാട്ടുകാർക്ക് ഒരു സംശയം, മരിച്ചിട്ടില്ലേ? മരിച്ച ആൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ആൾക്കെല്ലാം വ്യക്തമായി കാണും വിധത്തിൽ ഇങ്ങനെ ഒരു ചിരിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ അവർ ഡോക്ടറിനെ വിളിപ്പിച്ച്, അങ്ങനെ ഡോക്ടർ മയ്യത്തിനെ ശരിക്കും നോക്കിയിട്ട് പറഞ്ഞു, ഇന്നഹു ഹയ്യുൻ. ഇല്ല, ഇബ്നു ജലാ തങ്ങൾ വഫാത്തായിട്ടില്ല, മഹാനായ ഇബ്നുൽ ജലാ തങ്ങൾ ഹയാത്തിലുണ്ട് എന്ന് ആദ്യം ഡോക്ടർ പറഞ്ഞു. പക്ഷേ സുമ്മ ജസ്സഹു ബിയദിഹി, പിന്നെ മയ്യത്തിനെ ഒന്ന് അനക്കി നോക്കുമ്പോ ഫഖാല ഇന്നഹു മയ്യിത്തുൻ. പിന്നെ ഡോക്ടർ പറഞ്ഞു, ഇല്ല, മരിച്ചു. മുഖം നോക്കുമ്പോ, ചിരിക്കുന്ന നോക്കുമ്പോ ഡോക്ടർ പറയുന്നു, ഈ മയ്യത്ത് ഇയാൾ മരിച്ചിട്ടില്ല. എന്നാൽ തടി അനക്കി നോക്കുമ്പോൾ ഒരു പ്രതികരണവും ഇല്ലാതിരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്നഹു മയ്യിത്തുൻ, ഇയാൾ മരണപ്പെട്ടിട്ടുണ്ട്. അവസാനം സുമ്മ കശഫ അൻ വജ്ഹിഹി, വീണ്ടും ഒരിക്കൽ മഹാനായ ഇബ്നുൽ ജലാ തങ്ങളുടെ മുഖമൂടി, മയ്യത്തിന്റെ മേൽ മൂടിയ ആ മൂടങ്ങ് തുറന്നു നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞില്ല, അതിരി
അഹയ്യുൻ അം മയ്യിത്തു, ഇയാൾ മരിച്ചിട്ടുണ്ടോ അല്ല ഹയാത്തിലുണ്ടോ എനിക്കറിയില്ല, നിങ്ങൾ വേണ്ട പോലെ ചെയ്തോളി, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കൈവിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ ഒരു 100 സംഭവങ്ങൾ പറയാറുണ്ട്. മഹാനായ യാഖൂബ് സനൂസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരു ദിനം മക്കയിലായിരുന്നു, തവാഫ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ജാഅനി മുരീദും ബിമക്ക, അങ്ങനെ ഞാൻ മക്കയിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ ഒരു മുരീദ്, എന്റെ ഒരു ശിഷ്യൻ എന്റെ അടുത്ത് വന്നിട്ട് നല്ല ആരോഗ്യമുള്ള ശിഷ്യൻ, ആ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, യാ ഉസ്താദ് അന ഗദൻ നമൂതു വഖ്ത ളുഹ്രി, ഉസ്താദേ നാളെ ളുഹറിന്റെ നേരത്ത് ഞാൻ മരിക്കും. എന്റെ ശിഷ്യന്, എന്റെ മുരീദ് എന്റെ അടുക്കല് കാബാന്റെ മുന്നിൽ വെച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നാളെ ളുഹറിന്റെ വേളയിൽ ഞാൻ മരിക്കും. അങ്ങനെ സുബ്ഹാനല്ലാഹ്, മഹാനായ യാഖൂബ് സനൂസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതാ എന്റെ ശിഷ്യൻ നാളെ ഞാൻ ളുഹറിന്റെ നേരത്ത് മരിക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഫഖുദ് ഹാദ ദീനാറ ഫഹ്ഫർ ലീ ബിനിസ്ബിഹി വകഫിനി ബിനിസ്ബിഹി, ഉസ്താദേ ഒരു ദീനാർ, ഒരു സ്വർണ്ണ നാണ്യം എന്റെ കയ്യിലുണ്ട്, ഈ സ്വർണ്ണ നാണ്യത്തിന്റെ പകുതി കൊണ്ട് എന്റെ കഫന്റെ വസ്ത്രവും അതുപോലെ മറ്റേ പകുതി കൊണ്ടിട്ട് എന്റെ ദഫന്റെ കാര്യവും നിങ്ങളുടെ നേതൃത്വത്തിൽ നടത്തണം ഉസ്താദേ എന്ന് എന്റെ ശിഷ്യൻ മക്കയിൽ വന്ന് എന്നോട് പറഞ്ഞു. മഹാനായ അബൂ യാഖൂബ് സനൂസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലമ്മാ കാന വഖ്തുൽ ളുഹ്രി ജാഅ, അങ്ങനെ പിറ്റേന്ന് പറഞ്ഞതുപോലെ ളുഹറിന്റെ വേളയിൽ എന്റെ ശിഷ്യൻ ആരോഗ്യത്തോടു കൂടെയുള്ള എന്റെ ശിഷ്യൻ കഅബയുടെ അടുക്കൽ വന്നു. ഫത്വാഫ, എന്നിട്ട് നല്ല റാഹത്തോടെ എന്റെ ശിഷ്യൻ കഅബയുടെ ചുറ്റും 7 ചുറ്റി അഥവാ തവാഫ് നിർവഹിച്ചു. സുമ്മ തബഅദ വമാത, തവാഫ് കഴിഞ്ഞിട്ട് ഒരൽപ്പം നീങ്ങി, ആ നീങ്ങിയിട്ട് ഒരിടത്തിരുന്നവിടത്തെ അവിടെ തന്നെ എന്റെ ശിഷ്യൻ മരണപ്പെട്ടുപോയി. അങ്ങനെ മരണപ്പെട്ടു പോയ എന്റെ ശിഷ്യനെ ആ എന്റെ ശിഷ്യന്റെ വസിയ്യത്ത് പ്രകാരം ഞാൻ അയാളെ കുളിപ്പിക്കുകയും അയാളെ ഖബറിലേക്ക് ഞാൻ ഇറക്കിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഖബറിൽ എന്റെ ശിഷ്യനെ കിടത്തിയപ്പോൾ ഫഫതഹ ഐനൈഹി, മരിച്ചിട്ട് ഖബറിൽ കിടക്കുന്ന എന്റെ ശിഷ്യൻ അവിടുത്തെ 2 കണ്ണുകൾ നന്നായി ഒന്ന് തുറന്നേ. ഖബറിൽ വെച്ചിട്ട് എന്റെ ശിഷ്യൻ കണ്ണു തുറന്നു. അങ്ങനെ സുബ്ഹാനല്ലാഹ്, അത്ഭുതപ്പെട്ടു പോയ ഞാൻ ആ മയ്യത്തിനോട്, എന്റെ ശിഷ്യനോട് ചോദിച്ചു, അഹയാത്തുൻ ബഅദൽ മൗത്ത്, മരണശേഷവും ഹയാത്താണോ? അപ്പോൾ ആ മയ്യത്ത് വളരെ സ്ഫുടമായി എന്നോട് പറഞ്ഞു. മഹാനായ അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന, അന ഹയ്യുൻ വകുല്ലു മുഹിബ്ബിൻ ലില്ലാഹി ഹയ്യുൻ, എന്നോട് ആ എന്റെ മുരീദ് പറഞ്ഞു, ഉസ്താദേ എനിക്ക് മരണം എന്നതൊന്നു സംഭവിച്ചു എന്നല്ലാതെ ഞാൻ ഇപ്പോഴും ഹയാത്ത് തന്നെ. അല്ലാഹുവിനെ സ്നേഹിച്ച് ജീവിതം അല്ലാഹുവിലേക്ക് നീക്കിവെച്ച എല്ലാവരും അവർ മരിച്ചാലും ഹയാത്തിൽ തന്നെ എന്ന് എന്നോട് ആ ശിഷ്യൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ഖുറത്തുസ് സാദാത്ത് ഖുറത്ത് തങ്ങൾ എന്ന് മാത്രമല്ല, ഒരുപാട് മഹാന്മാരുടെ വഫാത്ത് ഈ അടുത്ത കൊല്ലങ്ങളിൽ ഞങ്ങൾ നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ വിശ്വസ്തരായ ആളുകൾ പറയുന്നത് കേൾക്കുകയോ ചെയ്തു.
മഹാനായ താജുൽ ഫുഖഹ ബക്കൽ ഉസ്താദ് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞു. ഒരൽപ്പം മുമ്പ് മഹാനായ സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ പൊസോട്ട് തങ്ങൾ വഫാത്തായി. അതിന്റെ ഒരൽപ്പം മുമ്പ് മഹാനായ ത്വാഹിറുൽ ലഹ്ദൽ തങ്ങൾ വഫാത്തായി. ഇങ്ങനെ അതുപോലെ ബഹുമാനപ്പെട്ട ശറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ്, മഹാനായ സിപി ഉസ്താദ്, നമ്മുടെ എല്ലാമായ ശൈഖുന താജുൽ ഉലമ, ബഹുമാനപ്പെട്ട അശ്ഖുർ റസൂൽ താഴക്കോട് ഉസ്താദ്, ബാബ ഉസ്താദ്, ബൈത്താർ ഉസ്താദ്, ഇങ്ങനെ ഒരുപാട് ആലിമീങ്ങൾ, മഹാനായ നൂറുൽ ഉലമ, ബഹുമാനപ്പെട്ട എംഎ ഉസ്താദ്, അലിക്കുഞ്ഞി ഉസ്താദ്, എകെ ഉസ്താദ്, ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട ചെറുശോല ഉസ്താദ്, ഇങ്ങനെ ഒരുപാട് ആലിമീങ്ങളുടെ, ഒരുപാട് സാദാത്യങ്ങളുടെ വഫാത്തിന്റെ രംഗം നാം പലരുടെയും കാണുകയോ കേൾക്കുകയോ ചെയ്തു. സുബ്ഹാനല്ലാഹ്, വളരെ സ്ഫുടമായ രൂപത്തിൽ വസിയ്യത്തുകളെല്ലാം ചൊല്ലിയിട്ട് അത് എന്റെ ഈമാൻ, എന്റെ യഖീൻ, അത് നല്ല ഉറപ്പുണ്ട് എന്ന് വളരെ ധൈര്യത്തിൽ പറഞ്ഞു. മഹാനായ ത്വാഹിറുൽ ലഹ്ദൽ തങ്ങൾ ദഖൽതുൽ ജന്ന, ദഖൽതുൽ ജന്ന, ദഖൽതുൽ ജന്ന ആവർത്തിച്ച് മരണവേളയിൽ മുഅ്മിനീങ്ങളെ ഞാനിതാ സ്വർഗ്ഗത്തിലേക്ക് കടന്നു, സ്വർഗ്ഗത്തിലേക്ക് കടന്നു, സ്വർഗ്ഗത്തിലേക്ക് കടന്നു എന്ന് ആവർത്തിച്ച് കൊണ്ട് നമ്മുടെ സാദാത്യങ്ങൾ, നമ്മുടെ ആലിമീങ്ങൾ മരണപ്പെട്ടു പോയ രംഗം ഞങ്ങൾ കണ്ടു. മഹാനായ ഖുറത്തു സാദാത്ത് ഖുറത്ത് തങ്ങളെ തന്നെ, ആ മഹാനവറുകളെ തന്നെ, അവരെ പറ്റി തന്നെ പറയുന്നെങ്കിൽ തന്നെ നമുക്കറിയാം, ചെറുപ്പത്തിൽ ഒരു വലിയ രോഗത്തിന് വിധേയരായി. അങ്ങനെ കുടുംബം വലിയ പ്രയാസപ്പെട്ടിരുന്നു. അവസാനം ശൈഖുനാ താജുൽ ഉലമ ഖുറത്ത് തങ്ങളുടെ കേസ് ബഗ്ദാദിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് മകനെ ഗൗസുൽ ആലമിന്റെ ഹദറത്തിൽ ഈ കേസ് ഗൗസുൽ ആലം തങ്ങൾക്ക് ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ ബഗ്ദാദിലേക്ക് ബാപ്പയും മകനും സിയാറത്ത് കഴിഞ്ഞ ശേഷം മഹാനായ ഖുറത്തു സാദാത്ത് ഖുറത്ത് തങ്ങൾക്ക് രോഗത്തിൽ ചെറിയ സുഖം ഉണ്ടായിരുന്നു. ഏതുമാകട്ടെ, ശേഷം മഹാനായ കണ്യത്ത് ഉസ്താദിന്റെ കൂടെ മഹാനായ ഖുറത്ത് തങ്ങളെ ശൈഖുനാ ഹജ്ജിന് അയച്ചിരുന്നു. ഏതുമാകട്ടെ, പിന്നീട് ആരോഗ്യം തിരിച്ചു കിട്ടി. അങ്ങനെ അവസാനം മഹാനായ ഖുറത്തു സാദാത്ത് ഖുറത്ത് തങ്ങൾ വഫാത്താകുമ്പോൾ വളരെ സ്ഫുടമായി കുടുംബക്കാരെ, ഭാര്യ മക്കളെ എല്ലാം അടുത്തിരുത്തി, ഞാനിതാ പോകുന്നു, എനിക്ക് സമയമായി, നിങ്ങൾ പ്രയാസപ്പെടാൻ പാടില്ല, നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് ഗൗസുൽ ആലം തങ്ങളുടെ അടുത്തേക്ക് ഞാനിതാ പോവുകയാണെന്ന് പറഞ്ഞ് വളരെ സ്ഫുടമായി കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് അല്ലാഹ് അല്ലാഹ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് മഹാനായ തങ്ങൾ നമ്മെ വിട്ടുപിരിഞ്ഞു. ഈ മരണങ്ങൾ നമുക്കൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ഈ മരണങ്ങളിൽ നമുക്കൊരുപാട് പഠിക്കാനുണ്ട്. മഹാനായ ഖുറത്ത് തങ്ങളെ കുറിച്ച് മാത്രം പറയുന്നെങ്കിൽ തന്നെ ഖുറത്ത് തങ്ങളുടെ ഈ രൂപത്തിലുള്ള വലിയ വിജയം, അതിന്റെ രഹസ്യം എന്താണ്? ഓ എന്റെ മുഅ്മിനീങ്ങളെ, മഹാന്മാരായ മഹാന്മാർ മുഴുവനും പറഞ്ഞതാണ്, മാനാല മന്നാല ഇല്ലാ ബിത്തളീം. അല്ലാഹു ആദരിച്ചവരെ ആദരിക്കൽ കൊണ്ടല്ലാതെ, അദബും കുരുത്തവും പൊരുത്തവുമുള്ള ജീവിതം കൊണ്ടല്ലാതെ ഒരാൾക്കും ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളായ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, പള്ളികൾ, മദ്രസകൾ, ഇങ്ങനെ റബ്ബിന്റെ ദീനിന്റെ ശിആറുകൾ, വമൻ യുഅല്ലിം ശആഇറല്ലാഹി
ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ ആദരിക്കൽ അത് ഖൽബിൽ തഖ്വയുള്ളതിന്റെ ലക്ഷണമാണെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഓ മുഅ്മിനീങ്ങളെ, മഹാനായ ഖുറത്തുസ് സാദാത്ത് ഖുറത്ത് തങ്ങളുടെ വിജയത്തിന്റെ ഒന്നാമത്തെ രഹസ്യമായി നമുക്ക് കാണുന്നത് വലിയ കുരുത്തവും പൊരുത്തവുമുള്ള ഒരു മകനായിരുന്നു, ഒരു ശിഷ്യനായിരുന്നു. ഖുറത്ത് തങ്ങളുടെ പ്രധാന ഉസ്താദുകൾ ആര് എന്ന് ചോദിച്ചാൽ അലിഫ് ബാ മുതൽ 10 കിതാബ് വരെ ഖുറത്ത് തങ്ങൾ പഠിച്ചത് ഉമ്മാന്റെ അടുത്താണ്. പ്രധാനപ്പെട്ട മുഅല്ലിമത്ത് ഉമ്മയാണ്. എന്നാൽ പിന്നീട് ദർസ് ജീവിതം 1-ാം ക്ലാസ് മുതൽ ഫാരിഗാകുന്നത് വരെ ഖുറത്ത് തങ്ങൾ പഠിച്ചത് ഉള്ളാണത്ത് തന്നെ, ബാപ്പാന്റെ അടുത്ത്. അപ്പൊ ഉമ്മ ബാപ്പ ഒരർത്ഥത്തിൽ ഉമ്മ ബാപ്പയാണെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 ഉസ്താദുമാരായിരുന്നു. ആ ഉസ്താദുമാരായ ഉമ്മ ബാപ്പമാരുടെ കാമിലായ പൊരുത്തം മഹാനായ ഖുറത്ത് തങ്ങൾ നേടി. ആ ഉമ്മ ബാപ്പാക്ക് എതിരായിട്ട് ഒരു നീക്കവും നീങ്ങിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഹാനായ ഖുറത്ത് തങ്ങൾ പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? എനിക്ക് ഖാലിസ്ഥാനത്തോട് ഒരാഗ്രഹവുമില്ല, ഞാൻ ഖാദിയാകാൻ അർഹനുമല്ല. മഹാനവറുകൾ വിനയത്തിൽ പറയുമായിരുന്നു, ഖാലിസ്ഥാനത്തിന് എനിക്ക് യോഗ്യതയില്ല, എനിക്ക് ആഗ്രഹവുമില്ല. പക്ഷേ ഞാൻ എന്തിന് ഏറ്റെടുത്തു എന്ന് ചോദിച്ചാൽ എന്റെ എല്ലാമായ എന്റെ ബാപ്പ സയ്യിദാണ്, ആലിമാണ്, ആബിദാണ്, വലിയ കറാമത്തിന്റെ ഉടമയാണ് എന്ന് മാത്രമല്ല എന്റെ ബാപ്പ എന്റെ ഉസ്താദും കൂടിയാണ്. എന്റെ എല്ലാമായ എന്റെ ഉസ്താദ് അവിടുത്തെ ജീവിതത്തിന്റെ സന്ധ്യാകാലത്ത് അഥവാ ഓർമ്മ അല്പം കുറയാൻ തുടങ്ങിയ വേളയിൽ എന്റെ ബാപ്പ എന്നോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് തിരസ്കരിച്ചാൽ, അത് എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞാൽ, അത് ഞാൻ തള്ളിക്കളഞ്ഞാൽ ബാപ്പയുടെ മനസ്സ് വേദനിക്കുമല്ലോ. ബാപ്പയുടെ മനസ്സ് ഇതുവരെ വേദനിക്കാത്തതുപോലെ ശ്രദ്ധിച്ച് ഞാൻ ജീവിച്ചവനാണല്ലോ. ഇതാ ബാപ്പയുടെ ജീവിതത്തിന്റെ സന്ധ്യാകാലത്ത് ബാപ്പ എന്നോട് പറഞ്ഞ ഈ ഒരു ആഗ്രഹത്തെ ഞാൻ തള്ളിയിട്ട് ബാപ്പാന്റെ പൊരുത്തക്കേട് നേടുന്നത് വേണോ എന്ന ഒറ്റ ഭയം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഖാദിസ്ഥാനം ഏറ്റെടുത്തത് എന്ന് മഹാനായ തങ്ങൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോക ചരിത്രത്തിൽ തകർന്നവരുടെ ചരിത്രം നോക്കിയാൽ തകർന്നവരെല്ലാം തകർന്നത് അഹങ്കാരം കൊണ്ടിട്ടാണ്. മൻ തകബ്ബറ വലഅഹുല്ലാഹ്, അഹങ്കരിച്ചവരെ അല്ലാഹ് താഴ്ത്തുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാണ്. ഞാൻ വളരെ സ്നേഹത്തിൽ എന്റെ നഫ്സിനോടും നിങ്ങളോടും ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നത് മഹാന്മാരുടെ പേരിലാണ് ഞങ്ങൾ ഇവിടെ കൂടിയത്. അപ്പൊ ഞങ്ങൾക്കൊരു പാഠം, ഒന്ന്, അല്ലാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളോട് ഞങ്ങൾ ഒരിക്കലും കളിക്കാൻ പാടില്ല. ആലിമീങ്ങളോട്, തങ്ങന്മാരോട്, ഉസ്താദുമാരോട്, മശായിഖന്മാരോട്, അവരോട് കളിക്കുന്നവർ ഞങ്ങളാകാൻ പാടില്ല. വലിയ അദബുള്ള, വലിയ ബഹുമാനമുള്ള, വലിയ കുരുത്തവും പൊരുത്തവും നേടുന്ന വ്യക്തിത്വങ്ങൾ നമ്മളാകണം. വിജയത്തിന്റെ ഒന്നാമത്തെ രഹസ്യം അല്ലാഹു ആദരിച്ചവരെ ആദരിച്ചു എന്നത് തന്നെ. ലോകത്തിൽ ആരെല്ലാം താണുപോയിട്ടുണ്ടോ അത് ഇബ്ലീസ് മുതൽ തുടങ്ങുന്നു. എല്ലാവരും തോറ്റത് അല്ലാഹു ആദരിച്ചതിന്. ആദരിക്കാൻ അവരുടെ അഹങ്കാരം തടസ്സമായപ്പോഴാണ് മനുഷ്യൻ തകർന്നത്. അല്ലാഹു ഞങ്ങളെ കാക്കുമാറാകട്ടെ. മഹാനായ ഖുറത്ത് തങ്ങളുടെ വിജയത്തിന്റെ ഒന്നാമത്തെ രഹസ്യം അദബും ആദരവുമാണെങ്കിൽ മറ്റൊരു രഹസ്യം മഹാനായ ഖുറത്ത് തങ്ങൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ
വലിയ ഒരു ലോകപ്രസിദ്ധ ആലിമിന്റെ മകനായിരുന്നു കൂറത്ത് തങ്ങൾ. ഉമ്മാന്റെ കുടുംബം നോക്കുന്നുണ്ടെങ്കിലും വളരെ കാര്യമായ എഴിമല തങ്ങളുടെ മകളാണ് കൂറത്ത് തങ്ങളുടെ ബാപ്പ ഉമ്മ. കൂറത്ത് തങ്ങളുടെ ഉമ്മാന്റെ ബാപ്പ എഴിമല തങ്ങൾ വായിലൊരു വാക്ക് പറഞ്ഞെങ്കിൽ അത് അതുപോലെ അല്ലാതെ നടന്ന ചരിത്രമില്ല. അങ്ങനത്തെ വലിയ നാവിന് അസറുണ്ടായിരുന്ന വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട എഴിമല തങ്ങൾ, ദുഃഖലെടുക്ക തങ്ങളുടെ ബാപ്പ. എന്നാൽ ആ എഴിമല തങ്ങളുടെ മകളാണ് കൂറത്ത് തങ്ങളുടെ ഉമ്മ. ഉമ്മാന്റെ കുടുംബം കാര്യമായ സയ്യിദും വലിയ ഔലിയ കുടുംബവുമാണ്. എന്നാൽ കൂറത്ത് തങ്ങളെ ബാപ്പയാരി, ബാപ്പയെ കുറിച്ച് കർണാടകക്കാർക്ക് ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഏകദേശം 70ഓളം കൊല്ലം മഹാനായ ശൈഖുന ഉള്ളാളം കേന്ദ്രീകരിച്ച് മുസ്ലിം ഉമ്മത്തിന്, പ്രത്യേകിച്ചും കർണാടക കേരളത്തിലെ മുഅ്മിനീങ്ങൾക്ക് ആത്മീയമായ നേതൃത്വം നൽകിയല്ലോ. ഈ കർണാടകയിലുള്ള ആയിരക്കണക്കിന് പള്ളികളിൽ ഭൂരിപക്ഷം പള്ളികൾ മഹാനായ തങ്ങളുടെ കയ്യാൽ ഒന്നുകിൽ കുറ്റിയടിക്കപ്പെട്ടത് അല്ലെങ്കിൽ അവിടുത്തെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണല്ലോ. ആ മഹാനായ തങ്ങൾ ശൈഖുന താജുൽ ഉലമ ഉസ്താദ് 10,000കണക്കിന് ആലിമീങ്ങളെ ഇവിടെ വാർത്തെടുത്തല്ലോ. ആ മഹാനായ ശൈഖുനയുടെ ഇൽമിന്റെ ആഴം നമുക്കറിയുമല്ലോ. ലോക പ്രസിദ്ധ കിതാബായ സഹീഹുൽ ബുഖാരി, അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരി മഹാനായ ശൈഖുന താജുൽ ഉലമ ഉസ്താദ് ഉള്ളാളം പള്ളിയിൽ വെച്ചിട്ട് കിതാബ് കയ്യിലില്ലാതെ, കിതാബ് അല്പവും നോക്കാതെ വായിച്ചു കൊടുക്കുന്ന ആൾക്ക് വേണമെങ്കിലും തെറ്റും, പക്ഷേ ശൈഖുനാക്ക് തെറ്റില്ല, ഒരു ലമീറും തെറ്റലില്ല. പൂർണ്ണമായും മനപ്പാടമായി ഉള്ളാളത്തെ പള്ളിയിൽ ചുറ്റും ഇങ്ങനെ നടന്നിട്ട് സഹീഹുൽ ബുഖാരി മഹാനായ ശൈഖുന താജുൽ ഉലമ ദർസ് നടത്താറുണ്ടായിരുന്നു. അതേപോലെ ശാഫഈ ഫിഖ്ഹിൽ വളരെ ആധികാരികവും വളരെ കട്ടിയുള്ളതും 10 വാല്യങ്ങളുള്ള തുഹ്ഫത്തുൽ മുഹ്താജ് മഹാനായ ഇബ്നു ഹജറിനിൽ ഹൈതമി റളിയല്ലാഹു അൻഹു രചിച്ച തുഹ്ഫത്തുൽ മുഹ്താജ്, ആ തുഹ്ഫ കാണാതെ മഹാനായ ശൈഖുന ഉള്ളാളത്തെ പള്ളിയിൽ ദർസ് നടത്തിയത് എത്രയോ പ്രാവശ്യം ഞങ്ങൾ കണ്ടതല്ലേ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ആലിമായിരുന്നു മഹാനായ ശൈഖുന താജുൽ ഉലമ. ആ താജുൽ ഉലമയുടെ ഇൽമ് അങ്ങനെയാണെങ്കിൽ ആ മഹാനായ താജുൽ ഉലമയുടെ ഇബാദത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മഹാനായ ശൈഖുന വഫാത്തോട് അടുത്ത പ്രായത്തിലും 80-90 അല്ല ആയ കാലത്തിലും ഒരൊറ്റ ഒരു വഖത്ത് ഖളാ ആയിട്ടില്ലെന്നല്ല, അവ്വൽ വഖത്ത് തെറ്റിയിട്ടില്ല എന്നല്ല, ഇമാം ജമാഅത്ത് തെറ്റിയിട്ടില്ല എന്നല്ല, ഒരൊറ്റ ഒരു നിസ്കാരവും ഒന്നാമത്തെ സഫ് തെറ്റലില്ല. ഇമാമിന്റെ നേരെ പിന്നിൽ വലഭാഗത്ത് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്ത് പോലും ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ വയസ്സ് 90 കഴിഞ്ഞ സമയത്തും മഹാനായ ശൈഖുന ഇമാം ജമാഅത്ത് ലാസിമാക്കിയിരുന്നു എന്നല്ല, ശൈഖുനയെ ഞങ്ങൾക്ക് ഇപ്പോഴും കാണുന്നു. ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ 12:15 പള്ളിക്കെത്തുന്നതെങ്കിൽ മഹാനായ ശൈഖുന ഉളുവെടുത്തിട്ട് ഡ്രസ് ധരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റ് വരും, നല്ല ഹദിയ നിങ്ങൾ ഇട്ടു തരണം. മഹാനായ ജലാൽ തങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഭാഗത്തിന് ഒരു കിട്ടിയ വലിയൊരു നിധിയാണ്, വലിയൊരു കാര്യമായ സയ്യിദാണ് മഹാനായ ജലാലുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ. എന്നാൽ അതിന്റെ എല്ലാം പുറമെ വലിയൊരു സയ്യിദാണെങ്കിലും അങ്ങനെ ഞങ്ങളുടെ ഇടയിൽ അങ്ങനൊന്നും ഇല്ലാതെ വളരെ
ഫ്രീ ആയിട്ട് നല്ല ഇളയമുത്തരെ പോലെ അല്ലെങ്കിൽ അളിയന്മാരെ പോലെ നല്ല ഫ്രീയിൽ ഞങ്ങളോട് പെരുമാറുകയും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയും അങ്ങനെ ഒരു വലിയ ഒരു ആത്മീയ കേന്ദ്രമായി മാഷാ അല്ലാഹ് ദൈനംദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരിസരം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇവിടെ എല്ലാ മാസവും മജ്‌ലിസ് നടക്കണം. ആ മജ്‌ലിസുകൾക്ക് നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ സഹകരണവും എല്ലാ വിധത്തിൽ ആവശ്യമുണ്ട്. പെണ്ണുങ്ങൾ വളരെ സ്നേഹത്തിൽ പറയുന്നു നല്ല ഹദിയകൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ചു കിട്ടണം എന്ന് കരുതിയിട്ട് ഈ മജ്‌ലിസിലേക്ക് നല്ല ഒരു ഹദിയ നിങ്ങൾ ഇട്ടു തരണം എന്ന് വളരെ സ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ശൈഖുന താജുൽ ഉലമാന്റെ ഇബാദത്ത് മുക്രിക്ക വരുന്നത് 12:15 ശൈഖുന 11:30 പള്ളിക്കെത്തിട്ടാണ്. ഉളുവെടുത്തിട്ട് ഡ്രസ്സും ധരിച്ചിട്ട് ശൈഖുന നടക്കുന്നത് ഇപ്പോഴും നമുക്ക് കാണുന്നേ. അങ്ങനെ പള്ളിക്കെത്തിയ ശൈഖുനാന്റെ ജീവിതം സുബ്ഹാനല്ലാഹ് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ച് എന്നിട്ട് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ എടുത്തിട്ട് ഇരുന്നിട്ട് ശൈഖുന ഇങ്ങനെ ളുഹുർ ബാങ്ക് വരെ ഓതി. എന്നിട്ട് ളുഹുർ ബാങ്കായ ഉടനെ ളുഹുറിന്റെ ഖബലിയായ 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം പൂർണ്ണമായും നിർവഹിച്ച് നിന്നിട്ട് എന്നിട്ട് ഇമാം ജമാഅത്തും കാത്തിട്ട് പരിശുദ്ധ ഖുർആൻ പിന്നെയും തുടർന്നു. അങ്ങനെ അതാ ഇഖാമത്ത് കൊടുത്തപ്പോ എണിച്ചിട്ട് ഇമാമിന്റെ നേരെ പിന്നിൽ 1-ാമത്തെ സഫിൽ നിന്ന് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്തും നഷ്ടപ്പെടാത്തതുപോലെ സൂക്ഷിച്ചു. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് ദിക്ർ ദുആ കഴിഞ്ഞ് അതിന്റെ പിന്നെ 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചു. ഇങ്ങനെ ഒരേ ഒരു ജമാഅത്ത് തെറ്റാതെ ഒരേ ഒരു റവാത്തിബ് നിസ്കാരം ഒഴിവാക്കാതെ ഒരേ ഒരു തഹിയ്യത്ത് ഒഴിവാക്കാതെ ളുഹ ഒഴിവാക്കാതെ തഹജ്ജുദ് ഒഴിവാക്കാതെ അവ്വാബീൻ നിസ്കാരം ഒഴിവാക്കാതെ അവസാനം ഇശാ കഴിഞ്ഞ് ഇശാഇന്റെ ദിക്ർ ദുആ കഴിഞ്ഞ് ഹദ്ദാദ് റതീബ് കഴിഞ്ഞ് ഇശാഇന്റെ ശേഷമുള്ള 2 റക്അത്തും നിസ്കരിച്ച് അതിന്റെ ശേഷം 11 റക്അത്ത് വിത്ർ നിന്നുകൊണ്ട് ഉള്ളാളത്തെ പള്ളിയിൽ നിസ്കരിച്ച് എന്നിട്ട് മഹാനായ മദരി തങ്ങളെ ഹദറത്തിൽ വന്ന് ഫാത്തിഹ യാസീൻ ഇഖ്ലാസ് മുഅഫിദത്തൈൻ പാരായണം ചെയ്ത് ദീർഘനേരം ദുആ ചെയ്ത് എന്നിട്ട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് മഹാനായ ശൈഖുന റൂമിലേക്ക് പോകുന്ന രംഗം എത്രയോ പ്രാവശ്യം ഞങ്ങൾ അനുഭവിച്ചതല്ലേ. ഒരേ ഒരു ദിവസം അസ്മാഉൽ ഹുസ്ന ഒഴിവാക്കലില്ല, അസ്മാഉൽ ബദരിയ്യൻ ഒഴിവാക്കലില്ല, ഹിസ്ബുൻ നസ്ർ ഒഴിവാക്കലില്ല, ഹിസ്ബുൽ ബഹർ ഒഴിവാക്കലില്ല. ഇങ്ങനെ ഒരുപാട് ഔറാദുകൾ ഒരുപാട് വളീഫകൾ അവിടുത്തെ മശായിഖന്മാർ അറിയിച്ചത് അതിന്റെ മുറ പോലെ നിർവഹിക്കുന്നതിന്റെ പുറമേ എല്ലാ ദിവസവും ദർസ് നടത്തുന്നതിന്റെ പുറമേ എല്ലാ ദിവസവും ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന്റെ പുറമേ അർദ്ധരാത്രി വരെ 12-12:30 മണി വരെ മഹാനായ ശൈഖുന പുറത്ത് കസാലയിൽ ഇരുന്നിട്ട് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ ഓതുകയാണ്. അവിടുത്തെ ഖാദിമ് തന്നെ പറഞ്ഞതുപോലെ എല്ലാ 5 ദിവസത്തിനൊരിക്കൽ ഖത്മുൽ ഖുർആൻ പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കും. ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു മിനിറ്റും നഷ്ടപ്പെടുത്താതെ ഇബാദത്തിൽ ധന്യമാക്കിയ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ആലിമും ആബിദും സയ്യിദുമായ മഹാനായ ശൈഖുന താജുൽ ഉലമയുടെ മകനാണ് ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ. ബിയാർച്ചിനെങ്കിൽ ഏതെങ്കിലും ആ കുഗ്രാമായ കൂറത്തിൽ ഡ്യൂട്ടിക്ക് നിൽക്കേണ്ട ആവശ്യം കൂറത്തങ്ങൾക്കില്ലായിരുന്നു. ഞമ്മല്ല സാധാരണ പണ്ട് പണിക്ക് നോക്കുമ്പോ ഫസ്റ്റ് നോക്കുന്നതിന്റെ ടവർ ഉണ്ടാവും, നെറ്റ്വർക്ക് എല്ലാം ഉണ്ടാ, പോകാൻ പറയാൻ ഇഷ്ടം പോലെ ബസ്സെല്ലാം ഉണ്ടാ. ഇതെല്ലാം കൺഫേം ആക്കിയിട്ട് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ മഹാനായ കൂറത്തങ്ങൾ മനസ്സിലാക്കണം 1988 ഫാരിഗായി 3 വർഷം ഉള്ളാളത്തിൽ ബാപ്പാന്റെ ഖാദിമായിട്ടും കോളേജിന്റെ ഉസ്താദായിട്ടും കൂറത്തങ്ങൾ ഡ്യൂട്ടി നിർവഹിച്ചു. എന്നാൽ 1991 കൂറത്തിൽ അവിടെ മനുഷ്യന്മാരില്ല, ഒരു സൗകര്യമില്ല. വിരലിൽ എണ്ണാവുന്നത്ര മാത്രം മുസ്ലിം വീടുകൾ ഉണ്ടായത് അന്ന്. എന്നിട്ട് ആ കൂറയിൽ
10 കൊല്ലം കഴിഞ്ഞിട്ടാണ് പുറം ലോകത്തേക്ക് ഇങ്ങനെ ഒരു മകൻ ശൈഖുനാക്കുണ്ട്, ആ മകൻ ഇന്ന പള്ളിയിലുണ്ട് എന്ന ഒരു വിഷയം പുറം ലോകം അറിയുന്നത് 2001 പിന്നെ. അഥവാ ഏതൊരാളും ഒരു വലിയ സ്ഥാനവും അംഗീകാരവും സുഖ സൗകര്യവും ആഗ്രഹിക്കുന്നത് അയാളെ യൗവന സമയത്താണ്. എല്ലാവരും എന്നെ ആദരിക്കണം, എല്ലാവരും എന്നെ പരിഗണിക്കണം എന്ന ചിന്ത വരുന്ന ആ സമയത്ത് മഹാനായ തങ്ങൾ ചിന്തിച്ചത് അങ്ങനെയല്ല. ആരും എന്നെ അറിയേണ്ടതില്ല, ആർക്കും ഞാൻ വലിയ പരിചിതനാകേണ്ടതില്ല, ആർക്കും അറിയാതെ ഒരു മൂലയിൽ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഞാനങ്ങ് ജീവിച്ച് മരിച്ചു പോകട്ടെ എന്ന രൂപത്തിലുള്ള ജീവിതമായിരുന്നു മഹാനായ ഖുറത്തുസ്സാദാത്ത് ഖുറത്ത് തങ്ങൾ തെരഞ്ഞെടുത്തത്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞതുപോലെ എന്നെ ഒരുത്താരെ കുട്ടിപ്പറയണ്ട, എന്നെ പടപ്പീനു അറിയരുതെന്നോവർ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞു, എന്റെ ഇല്ലാത്ത മദ്ഹാറും പറയേണ്ടതില്ല, സത്യം പറയുന്നെങ്കിൽ എന്റെ ആഗ്രഹം ഒരാൾക്കും അറിയാതെ ഒരാൾക്കും പരിചയമില്ലാതെ ഒരു സാധാരണയിൽ സാധാരണക്കാരായ ഒരു അബ്ദുൽ ഖാദിറായി ഇവിടെ ജീവിച്ചിട്ട് ഒന്ന് മരിച്ചു പോകണം എന്നതാണ് എന്റെ ആഗ്രഹം എന്ന് മഹാനായ ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം മറ്റൊന്നാണ്. ഗൗസുൽ ആലം തങ്ങളെ ലോകമറിയണം, ഗൗസുൽ ആലം തങ്ങളെ ലോകം എപ്പോഴും സ്മരിക്കണം എന്നത് പടച്ചവന്റെ തീരുമാനമാണ്. എന്നാൽ അതുപോലെ തന്നെ ഖുറത്ത് തങ്ങളും ആഗ്രഹിച്ചിരുന്നത് എന്നെ ആരും പരിചയപ്പെടേണ്ട ആവശ്യമില്ല, എനിക്കൊരു പ്രസിഡന്റ് സ്ഥാനം ഒരു കമ്മിറ്റിയിലും ആവശ്യമില്ല, ഒരു അംഗീകാരവും ആവശ്യമില്ല. ഞാൻ വരുമ്പോൾ ദഫിന്റെ അകമ്പടിയോടെ തക്ബീരിന്റെ മന്ത്രധ്വനിയോടെ എന്നെ സ്വീകരിക്കേണ്ടതില്ല എന്ന രൂപത്തിൽ ലളിതമായ ഡ്രസ്സും ധരിച്ച് സാധാരണക്കാരന്റെ രീതിയിൽ ജീവിച്ച് മഹാനായ ഖുറത്ത് തങ്ങൾ നമുക്ക് മാതൃകയായി. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതാ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. ഇദാ അറാദല്ലാഹു അൻ യുഖിലൽ അബ്ദ മിൻ ദുല്ലിൽ മഅസിയതി ഇലാ ഇസ്സി ത്വാഅതി. മഹാനായ അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്ത് ബെടക്കാക്കുന്നതിനെ തൊട്ടിട്ട് തെറ്റ് ചെയ്യുന്നതിനെ തൊട്ടിട്ട് അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന ഒരു ഹദ്ദത്തേക്ക് അല്ലാഹ് ഒരാളെ മാറ്റാൻ അല്ലാഹ് ഉദ്ദേശിച്ചാൽ, അല്ലാഹ് ഒരാളെ ഒരു നല്ല ആളാക്കാൻ തീരുമാനിച്ച, അയാൾ ബെടക്കില് തെറ്റ് ചെയ്തിട്ട് കള്ളു കുടിച്ചോട്ടു ബെടക്കത്തര ചെയ്തോട്ടു അയാൾ നികൃഷ്ടനാകുന്നത് വേണ്ട, അയാൾ ഇബാദത്ത് ചെയ്തിട്ട് ഇസ്സത്തിലെത്തട്ടെ എന്ന് അല്ലാഹു ഒരാളെ കുറിച്ച് ഉദ്ദേശിക്കുകയാണെങ്കിൽ മഹാനായ അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു പറയുന്നത്, ആനസഹു ബിൽ വഹദാ വഅഗ്നാഹു ബിൽ ഖനാഅ വബസ്വറഹു ഉയൂബ നഫ്സിഹി. അല്ലാഹു ഒരാളെ വലിയ ഇസ്സത്ത്, ഇബാദത്തിന്റെ ഇസ്സത്ത് ഒരാൾക്ക് കൊടുക്കാൻ അല്ലാഹ് വിചാരിച്ചെങ്കിൽ അല്ലാഹു അയാളെ മനസ്സിൽ തോന്നിപ്പിക്കും, എന്ത് കൂട്ടമുള്ളവിടൊന്നും വേണ്ട, ആരും നോക്കാത്ത, ആരും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിൽ ഞാൻ ജീവിക്കട്ടെ. ആനസഹു ബിൽ വഹ്ദ, ഏകാന്തം കൊണ്ട് അല്ലാഹു അയാളെ നേരം പോക്കാക്കും. വഅഗ്നാഹു ബിൽ ഖനാഅ, വലിയ സുഖ സൗകര്യങ്ങളൊന്നും ആഗ്രഹിക്കാതെ എനിക്ക് മുന്തിയ കാർ വേണോ, നല്ല സ്ഥാനമാനം വേണോ, നല്ല ജീവിതത്തിന്റെ എല്ലാ സംവിധാനങ്ങൾ വേണോ, അങ്ങനത്തെ ഒരാഗ്രഹവും ഇല്ലാതെ വഅഗ്നാഹു ബിൽ ഖനാഅ, അല്ലാഹു നൽകിയത് മതി, വലിയ ആഗ്രഹമില്ല, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് എങ്ങനെങ്കിലും ഒന്ന് ഒപ്പിച്ച ഒരു ജീവിതം, ആ ജീവിതത്തെ അല്ലാഹു അയാൾക്ക് ഇഷ്ടമാക്കി കൊടുക്കും. മാത്രമല്ല വബസ്വറഹു ഉയൂബ നഫ്സിഹി, ലോകത്തിലെ മറ്റു ജനങ്ങളുടെ തെറ്റ് കണ്ടുപിടിക്കുന്നതിന്റെ പകരം ഞാൻ എന്റെ തടിയിലുള്ള, എന്റെ ശരീരത്തിലുള്ള എന്റെ ന്യൂനതകൾ ഞാൻ കണ്ടുപിടിച്ചിട്ട് അത് ഓരോന്ന് പരിഹരിച്ചിട്ട് എന്റെ
ആഖിറം ഒന്ന് ഉറപ്പിച്ചിട്ട് വിജയിപ്പിച്ചിട്ടെടുക്കാം എന്ന രൂപത്തിലുള്ള ചിന്താഗതിയിലേക്ക് അയാൾ മാറുമെന്ന് മഹാനായ അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഓ എന്റെ മുഅ്മിനീങ്ങളെ, മഹാനായ അബ്ദുല്ലാഹിൽ യാഫഈ തങ്ങൾ പിന്നെ പറഞ്ഞു, വജദ്തു ഖൈറദ് ദുനിയാ വൽ ആഖിറ ഫിൽ ഖില്ലതി വൽ ഖൽവതി വവജദ്തു ശർറഹുമാ ഫിൽ കസ്റതി വൽ ഇഖ്തിലാത്തി. മഹാനായ അബ്ദുല്ലാഹിൽ യാഫഈ തങ്ങൾ പറഞ്ഞു, എന്റെ അനുഭവം ഞാൻ പറയുന്നു. ഒരാൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈർ വേണോ, ആ ഖൈർ ഉള്ളത് ചെറിയ ജീവിത സൗകര്യം, വലിയ ആഡംബരത്തിന്റെ ജീവിതമൊന്നുമില്ല, ചെറിയ ഖില്ലത്ത്, അല്പം മാത്രം അല്ലാഹു ദുനിയാവ് കൊടുത്തത്. ആ ചെറിയ ദുനിയാവിൽ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു. അതേപോലെ എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ കലർന്ന് ജീവിക്കാതെ ഏകാന്തമായ ജീവിതം, അങ്ങനെ ഖൽവത്തും ഖില്ലത്തും, അതിലാണ് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഖൈറുകൾ ഉള്ളത് എന്ന് മഹാനായ അബ്ദുല്ലാഹിൽ യാഫഈ റളിയല്ലാഹു അൻഹു പറയുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മഹാനായ ഖുറത്തുസ് സാദാത്ത് ഖുറത്ത് തങ്ങൾ, അതുപോലെയുള്ള നമ്മുടെ മഹാന്മാർ, ആ മഹാന്മാരുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്നാമത്തത് നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അല്ലാഹു ആദരിച്ചതിന് വലിയ ആദരവുള്ളവർ ഞങ്ങളാകണം. രണ്ടാമത്തത് ഈ ദുനിയാവിനോട് വലിയ താല്പര്യം, വലിയ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വന്നു പോകരുത് മുഅ്മിനീങ്ങളെ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു ശിഷ്യനോട് ചോദിച്ചു, മോനെ അതുരീദു അൻ തകൂന വലിയ്യൻ ലില്ലാഹ്, ഓ മോനെ നിനക്ക് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഒരാളാവണമെന്നിട്ട് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഒരാൾ ഞാനാകണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു ശിഷ്യനോട് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞുണ്ട്, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പെടണല്ലേ? അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് പേടിയോ ദുഃഖമോ ഇല്ലാത്തവർ എന്നല്ലേ? ആ കൂട്ടത്തിൽ എനിക്കും ആഗ്രഹമുണ്ട് എന്ന് ശിഷ്യൻ പറഞ്ഞപ്പോൾ മഹാനായ റഈസുസ് സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറഞ്ഞത്, എങ്കിൽ ലാ തർഗബ് ഫീ ശൈഇൻ മിനദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിന്റെയോ ആഖിറത്തിന്റെയോ ഒന്നും കൊതിക്കണ്ട മോനെ. ഇവിടത്തെ സ്ഥാനമാനങ്ങളോ, ഇവിടത്തെ അധികാരങ്ങളോ, ഇവിടത്തെ ആഡംബരങ്ങളോ, ഇവിടത്തെ അംഗീകാരമോ ഒന്നും കൊതിക്കണ്ട മോനെ. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കരുതിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമോനെ. രണ്ടാമത്തത് വഫർഗ് നഫ്സക ഇലല്ലാഹ്, നിന്റെ നഫ്സിനെ, നിന്റെ മനസ്സിനെ പൂർണ്ണമായും അല്ലാഹുവിലേക്ക് തിരിച്ചു വിടുമോനെ. വഖ്ബൽ ഇലൈഹി ബിവജ്ഹിക വകുല്ലിയതിക, നിന്റെ സർവസ്വവും അല്ലാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ട് ചിന്ത മുഴുവനും അല്ലാഹുവിൻ്റെതായി അങ്ങനെ നീ ജീവിച്ച മോനെ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മിൽ പലരും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. പിന്നെ എന്നെ വലിയ ആലിമ് എന്ന് മനുഷ്യന്മാർ മനസ്സിലാക്കണം, വലിയ ആബിദ് എന്ന് മനസ്സിലാക്കണം. സത്യത്തില് ഒരു സുന്നത്ത് നിസ്കാരവും ഇല്ല, വലിയ ആബിദ് എന്ന് മനസ്സിലാക്കണം. വലിയ മുസ്തജാബുദ് ദഅവ, ദ്വാരനെങ്കിൽ വലിയ ഇജാബത്തുള്ള ആള് എന്ന് എന്നെ കുറിച്ച് മനസ്സിലാക്കണം എന്ന ചിന്തയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനത്തെ ചിന്തയൊന്നും ഞങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ബഹുമാനപ്പെട്ട സരിയുസ് സിഖ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ തസയ്യന ലിന്നാസി ബിമാ ലൈസ ഫീഹി സഖത മിൻ ഐനില്ലാഹ്. ഒരാള് അയാൾക്ക് അങ്ങനത്തെ ഒരു യോഗ്യതയില്ല, വെറുതെ നടിക്കുകയാണ്. മൻ തസയ്യന ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ഒരുത്തൻ പിന്നെ അഭിനയിക്കുകയാണെങ്കിൽ മാ ലൈസ ഫീഹി,
അവനിൽ ഇല്ലാത്തത്, അവനിൽ അങ്ങനത്തെ ഒരു യോഗ്യതയില്ല, അവൻ അങ്ങനത്തെ തഹജ്ജുദ് നിസ്കരിക്കുന്നില്ല. അവൻ മാത്ര അവന്റെ ആംഗ്യങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് വലിയ ആബിദ് എന്നാണ്, വലിയ ആലിമു എന്നാണ്. അങ്ങനെ ജനങ്ങളെ മുന്നിൽ ഞാൻ വലിയ ആലിമായി, ആബിദായി, വലിയ മഹാനായി ജനങ്ങൾ എന്നെ പരിഗണിക്കണം, എനിക്ക് വേണ്ടതെല്ലാം നൽകണം എന്നൊരാൾ ചിന്തിക്കുകയാണെങ്കിൽ മഹാനായ സരീസ് ഖുത്ബി റളിയല്ലാഹു അൻഹു പറയുന്നു, സഖത മിൻ ഐനില്ലാ, അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് അവൻ ക്യാൻസൽ. അങ്ങനെ നീ ചിന്തിക്കുന്ന, നിനക്ക് ഇല്ലാത്ത, നിനക്ക് യോഗ്യതയില്ല, യോഗ്യത ഉള്ളതന്നെ നീ താല്പര്യപ്പെടാൻ പാടില്ല. എന്നിട്ട് നീ യോഗ്യത ഇല്ലാത്തത് നീ ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിനക്ക് അല്ലാഹുവിന്റെ മുന്നിൽ സ്ഥാനമില്ല. മഹാനായ സരീസ് ഖുത്ബി ബഹുമാനപ്പെട്ട ദുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, സലാസുൻ മിൻ അലാമാത്തിൽ ഇഖ്ലാസ്, ഒരാൾക്ക് നല്ല ഇഖ്ലാസ് ഉണ്ട് എന്നതിന്റെ ലക്ഷണം ഇസ്തിവാഉൽ മദ്ഹി വദ്ദമ്മി മിനൽ അമ്മ. ആര് എന്ത് പുകഴ്ത്തിയെങ്കിലും പുകഴ്ത്തിയത് കൊണ്ടിട്ടൊരു വളർച്ചയോ അല്ലെങ്കിൽ താത്തിപ്പറഞ്ഞത് കൊണ്ടിട്ടൊരു തളർച്ചയോ ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾ ഇങ്ങനെ പൊക്കി പറഞ്ഞപ്പോ ഒരു പൊന്തുന്ന ഒരു ഗുണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾ ദൂരി പറഞ്ഞെങ്കിൽ പിന്നെ ആകെ ടെൻഷൻ അടിച്ചിട്ട് ഒന്നിനും കിട്ടാത്ത ഒരു അവസ്ഥ, അത് ഇഖ്ലാസ് ഇല്ലാത്തതിന്റെ ലക്ഷണമാണ്. ഇഖ്ലാസ് ഉണ്ടോ, ഇസ്തിവാഉൽ മദ്ഹി വദ്ദമ്മി മിനൽ അമ്മ, ആര് എന്ത് തന്നെ സ്തുതിച്ചെങ്കിലും അല്ലെങ്കിൽ ആര് എന്ത് എന്നെ കുറിച്ച് എന്ത് ഇല്ലാത്തത് പറഞ്ഞെങ്കിലും ആക്ഷേപിച്ചെങ്കിലും അതിലൊന്നും തളരാതെ റബ്ബിന്റെ പൊരുത്തം, ആ റബ്ബിന്റെ പൊരുത്തത്തിനാണ് ഞാൻ അധ്വാനിക്കുന്നത്, എനിക്ക് അത് മാത്രം മതി എന്ന രൂപത്തിൽ ജീവിക്കുന്നത് അത് ഇഖ്ലാസിന്റെ ലക്ഷണമാണ്. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാ, ദുനിയാവിന്റെ ആഗ്രഹമൊന്നുമില്ലാതെ, ദുനിയാവിന്റെ ഒരു ആഗ്രഹവുമില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പ്രസംഗം നിർത്തുന്നു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്ത് സുബ്ഹാനല്ലാഹ്, പിന്നെ ബദലുൻ നഫ്സി അമ്മാ ഫീ ഐദിൻ നാസി അഫ്ളലു മിൻ ബദലിൻ നഫ്സി ബിൽ അതാ. മഹാനായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, സദഖ കൊടുക്കുന്നതിനെ കാട്ടി, ദാനധർമ്മം ചെയ്യുന്നതിനെ കാട്ടി വലുതെന്തിന്റെ അല്ലെങ്കിൽ ഒരാളിൽ നിന്നും എനിക്ക് കിട്ടേണ്ടതില്ല. ഒരു പൈസക്കാരിൽ നിന്നും കൈമടക്ക് വേണ്ട, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നിനി അവനൊരു മൊബൈൽ തരണു, അല്ലെങ്കിൽ ഒരു ഷർട്ട് പീസ് തരണു, അങ്ങനെ ഒരാളിൽ നിന്നും ഒന്നും കൊതിക്കാതിരിക്കുക എന്നത് അത് പിന്നെ ദാനധർമ്മം ചെയ്യുന്നതിനേക്കാളും അത് വലുതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഈ രൂപത്തിലേക്ക് വളരാൻ ഞങ്ങൾക്ക് കഴിയണം. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദം തങ്ങളുടെ അടുത്തേക്ക് ഒരാള് 10,000 വെള്ളി നാണ്യം, 10,000 ദിർഹം ഇബ്രാഹിം ഇബ്നു അദം തങ്ങൾക്ക് ഹദിയായിട്ട് കൊടുത്തു. ഉസ്താദേ, എന്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു ഹദിയ നിങ്ങൾക്ക് സ്വീകരിക്കണം. ഇബ്രാഹിം ഇബ്നു അദം തങ്ങൾക്ക് 10,000 ദിർഹം, 10,000 വെള്ളി നാണ്യ ഒരാള് അന്നത്തെ കാലത്ത് ഇബ്രാഹിം ഇബ്നു അദം തങ്ങൾക്ക് ഹദിയായിട്ട് കൊടുത്തു. ഇബ്രാഹിം ഇബ്നു അദം തങ്ങൾക്ക് എന്തായി, ഞങ്ങൾക്ക് എന്താവും? ഒരാൾ 10,000 ദിർഹം തന്നെ ഞങ്ങൾക്ക് എന്തൊന്നില്ലാത്ത സന്തോഷമാവും എങ്കിൽ മഹാനായ ഇബ്രാഹിം ഇബ്നു അദം തങ്ങൾക്ക് സന്തോഷമല്ലായത് ഫഅബാ അൻ യഖ്ബലഹാ വഖാല അതുരീദു അൻ തംഹു ഇസ്മി മിൻ ദീവാനിൽ ഫുഖറാ. ഇബ്രാഹിം ഇബ്നു അദം തങ്ങൾക്ക് ചൂടായിട്ട് കൊണ്ടോ എന്റെ പൈസ വേണ്ട, നീ എന്താ എന്റെ പേര് ഫക്കീറിന്റെ ലിസ്റ്റ് ക്യാൻസൽ ആക്കിയിട്ട് അഗ്നിയാന്റെ ലിസ്റ്റിൽ, അള്ളാന്റെ അടുക്കൽ മുതലാളിമാരുടെ ലിസ്റ്റിൽ എന്റെ പേര് നീ വരുത്താൻ നോക്കുകയാണോ? എന്റെ സുബ്ഹാനല്ലാഹ്, എന്റെ പേര് ഞാൻ ഫക്കീറന്മാരെ പേരില്
ഉണ്ടാവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ലിയുബശ്ശിർ ഫുഖറാഉൽ മുസ്ലിമീന ബിൽ ജന്നതി ഖബ്ലൽ അഗ്നിയാഇ ബിനിസ്ബി യൗം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുതലാളിമാർ പാവപ്പെട്ടവർ രണ്ടാളും ഒരേപോലെ ഇബാദത്ത് ചെയ്തിന്, ഒരേപോലത്തെ തഖ്വ രണ്ടാൾക്കും. പക്ഷെ ഒരാൾ ദുനിയാവിൽ കുറച്ച് പൈസക്കാരായിട്ടുണ്ടായി, ഒരാൾ കുറച്ച് ഫഖീറായിട്ടുണ്ടായി. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഫഖീറായ ആളിന് മുതലാളിയായ തന്റെ അത്ര തന്നെ തഖ്വയിൽ സമാനനായ ആളെക്കാൾ അരദിനം മുമ്പ് സ്വർഗം. അരദിനം എന്ന് പറഞ്ഞാൽ എത്ര? 500 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്തിന്റെ അരദിനം എന്ന് പറഞ്ഞാൽ അത് 500 കൊല്ലം. പരലോകത്തിന്റെ ഒരു ദിനം ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സന, ഒരു കൊല്ലമാണ്. എങ്കിൽ പരലോകത്തിന്റെ അരദിനം, അരദിനം അല്ലെങ്കിൽ 500 കൊല്ലം. 500 കൊല്ലം മുമ്പ് അലാ ഇന്ന ഫാത്തിമ തദ്ഖുലുൽ ജന്നത ഖബ്ല അഗ്നിയാഇഹാ ബി 500 ആം ലിഅന്നഹാ നാലത് മിനദ് ദുനിയ അഖല്ല മാ നാലത് ആയിഷ. ആയിഷ ബീബിയെ കുറിച്ചും ഫാത്തിമ ബീബിയെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, ആയിഷ ബീബിയും ഫാത്തിമ ബീബിയും താരതമ്യപ്പെടുത്തി നോക്കിയെങ്കിൽ ഫാത്തിമ ബീബിക്ക് അരദിനം സ്വർഗം മുമ്പാണ്. കാരണം ആയിഷ ബീബിക്കുണ്ടായ എത്ര സൗകര്യവും ഫാത്തിമ ബീബിയാകുന്ന എന്റെ മകൾക്ക് ഈ ലോകത്തുണ്ടായിരുന്നില്ല. ഞാൻ നിർത്തുന്നു പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആഖിറു സമാനിലാണ് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 4 ഭാഗത്തുനിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് വലിയ വലിയ രോഗങ്ങളുടെ വാർത്തയാണ്, പെട്ടെന്ന് മരണപ്പെടുന്ന വാർത്തയാണ്, സംസാരിച്ചു കൊണ്ടിരിക്കവേ കൊഴിഞ്ഞു വീണ് മരിച്ച വാർത്തകളാണ്. ഇങ്ങനെ 4 ഭാഗത്തും മരണ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ഉമ്മ പെങ്ങന്മാരോട് വളരെ സ്നേഹത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ആ മരണത്തിന്റെ പിന്നെ ഒരു വലിയ ലോകമുണ്ടല്ലോ, കാലകാലത്തിന്റെ ലോകം. ആ ലോകത്തിലേക്കുള്ളൊരു തയ്യാറെടുപ്പ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വൽ തൻദുറു നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തെ ദുനിയാവിന് എന്ത് തയ്യാർ ചെയ്തിട്ടുണ്ട് എന്ന് ഓരോ ശരീരവും ആലോചിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ, മുഅ്മിനീങ്ങളെ, മരണം ഞങ്ങളെ വേട്ടയാടുകയാണ്, മരണം ഞങ്ങളെ തുടരുകയാണ്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, എവിടെയാണെങ്കിലും നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ, വലയു അഖറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, അല്ലാഹു നിശ്ചയിച്ച സമയമെത്തിയെങ്കിൽ ഒരാളെയും ഒരൽപ്പവും പിന്തിക്കുന്ന പ്രശ്നമില്ല. ലാ യസ്തഖദിമൂന സഅതൻ വലാ യസ്തഖിറൂൻ, മുന്തിക്കുകയോ പിന്തിക്കുകയോ ഇല്ലാത്ത ഒറ്റ വിഷയം, അത് മരണം എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ, ഏത് ശക്തമായ കോട്ടയിൽ നിങ്ങൾ ഒളിച്ചിരുന്നെങ്കിലും മരണം നിങ്ങളെ നേരിടുക തന്നെ ചെയ്യും. മരണത്തിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പരിശുദ്ധ ഖുർആനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ധാരാളം വാക്കുകളിലൂടെ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ മരണത്തിന് ഒരുങ്ങുന്ന ജീവിതം നമ്മുടേതാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പെരടിയിൽ കുഞ്ചിയിൽ കൈവച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ വഇദാ അംസൈത ഫലാ തൻതളിരിസ് സ്വബാഹ്. ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ, ഒരു നാൾ സുബഹി വഖത്തിലായെങ്കിൽ ഇന്ന് മോദിക്ക് ഞാൻ ഹയാത്തിലുണ്ടാവൂ എന്ന ഒരു ചിന്തയും നിന്റെ മനസ്സിൽ ഒരിക്കലും വരാൻ പാടില്ല. ഇന്ന് മോദിയാവുമ്പോൾ ഞാൻ ഖബറിലുണ്ടാവും എന്ന രൂപത്തിൽ മാത്രം നീ ജീവിക്കണം. വൈദാ അംസൈത ഫലാ തൻതദിരിസ് സ്വബാഹ്, ഒരു ദിനം നീ വൈകുന്നേരത്തായാൽ നാളെ സുബഹി ഞാൻ ഈ ദുനിയാവിൽ ഉണ്ടാവും എന്ന രൂപത്തിൽ നിന്റെ ലൈഫിന്റെ ഒരു സെറ്റിംഗും വേണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കുൻ ഫി ദുനിയ
الدنيا كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور. ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെ അല്ലെങ്കിൽ ഒരു വഴി കിടക്കുന്ന ആളെ പോലെ നീ നിന്നെ കുറിച്ച് ആലോചിക്കണം. നിന്റെ ശരീരത്തെ നീ എണ്ണേണ്ടത് ജീവിച്ചിരിക്കുന്നവരുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടല്ല. പള്ളിയിൽ പോകണം, ഖബർസ്ഥാൻ കാണണം, അവിടെ ഉള്ള ഖബറുകൾ എണ്ണണം. എന്നിട്ട് നോക്കുമ്പോൾ 100 ഖബറുണ്ട് എങ്കിൽ ഉറപ്പിച്ചോളണം 101ാമത്തെ ഖബറാളി ഈ സ്ഥലത്ത് ഞാനാണ് എന്ന് നിന്റെ ശരീരത്തെ ഖബറാളികളുടെ ലിസ്റ്റിൽ പെടുത്തി എണ്ണണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ നിർത്തുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ല ഒരു ഉത്തരവാദിത്വത്തിന്റെ, ഒരു നല്ല ഒരു ബോധത്തിന്റെ ജീവിതത്തിലേക്ക് ഞങ്ങൾ തയ്യാറാകണം. അള്ളാഹുവിന്റെ മഹാന്മാരുമായിട്ട് നമുക്ക് വലിയ ബന്ധം വേണം. ഇത്തരം മജ്‌ലിസുകൾ ഇതെല്ലാം ഞങ്ങൾക്ക് ആത്മീയമായ വലിയ ടോണിക്കുകളാണ്, വലിയ ഔഷധിയാണ്. ഈ മജ്‌ലിസുകളെല്ലാം നല്ല 2 കൈ കൊണ്ടിട്ടും ഞങ്ങൾ സ്വീകരിക്കണം. ഇൻഷാ അല്ലാഹ് ഇങ്ങനത്തെ മജ്‌ലിസിലെല്ലാം കൂടുമ്പോൾ എന്താവുമെന്ന് വെച്ചെങ്കിൽ ധാരാളം പറയാനുണ്ട്. ഞാൻ നിർത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റിന്റെ മജ്‌ലിസിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നബിയേ, ഒരാൾ മജ്‌ലിസിലേക്ക് വന്നിനി, അയാൾ മജ്‌ലിസിന്റെ നിയ്യത്തിലേ വന്നിനല്ല. അയാൾ എന്തോ ഒരു ആവശ്യത്തിന് ആ റൂട്ടിൽ പോകുമ്പോ അങ്ങനെ അവിടെ ആൾ കൂടിയത് കാണുമ്പോ അയാൾ അവിടെ ഇരുന്നതാണ്. അയാൾക്ക് ഈ ദാക്കിറിന്റെ കൂലി ഉണ്ടാ. ദിക്റിന്റെ മജ്‌ലിസിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അയാൾക്ക് ഈ കൂലി ഉണ്ടാന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും. നല്ല ദിക്ർ ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ ഇരുന്നെങ്കിൽ അവന്റെ ഉദ്ദേശം ശരിയില്ലെങ്കിൽ തന്നെ, അവൻ മറ്റൊരാവശ്യത്തിന് വന്നിട്ട് പെട്ടുപോയിട്ടിരുന്നതാണെങ്കിൽ തന്നെ നല്ലവരുടെ മജ്‌ലിസിൽ കൂടിയവൻ ഒരിക്കലും തോറ്റുപോവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചു. അഥവാ ഇത് നമുക്കറിയിക്കുന്നത് ആത്മീയ മജ്‌ലിസുകൾ, ദിക്റിന്റെ മജ്‌ലിസുകൾ, സലാത്തിന്റെ മജ്‌ലിസുകൾ, ഇങ്ങനെ നമ്മുടെ ആഖിറത്തിന്റെ വിജയത്തിന് ഈ മജ്‌ലിസുകൾ വലിയ ഒരു പാത്രമാണ്, വലിയ ഒരു പങ്കാണ് വഹിക്കുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ നിർത്തുന്നു. വലിയ അനുഗ്രഹീതരാണ് ഞങ്ങൾ, മഹാന്മാരായ തങ്ങന്മാരാണ് ഈ പരിസരത്തിൽ നമുക്ക് നേതൃത്വം നൽകാനുള്ളത്. അതിലും വളരെ പ്രധാനമായി ബഹുമാനപ്പെട്ട ജലാൽ തങ്ങൾ നമ്മുടെ വലിയ പ്രിയങ്കരരാണ്. ഒരുപാട് ദീനീ ഖിദ്മത്തുകൾ മഹാനരുടെ നേതൃത്വത്തിൽ നടക്കുന്നു. ബെങ്കരയിൽ ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ഒരു പള്ളി, അത് നല്ല ഭംഗിയായി പൂർത്തിയായിട്ട് അത് വളരെ ഭംഗിയായി അവിടെ നടക്കുന്നു. അതേപോലെ മുടിപ്പുവിൽ ബഹുമാനപ്പെട്ടവരും അവിടെ തമ്മോശനും ചേർന്നിട്ട് വലിയ മജ്‌ലിസ്, വലിയ സ്ഥാപനം അവിടെ നടക്കുന്നത് നമുക്കറിയാം. ഇങ്ങനെ ഒരു ഭാഗത്ത് സ്ഥാപന പ്രവർത്തനങ്ങൾ, മറ്റൊരു ഭാഗത്ത് പാവങ്ങൾക്ക് സാന്ത്വന സഹായങ്ങൾ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്നു. മറ്റൊരു ഭാഗത്ത് ആത്മീയ മജ്‌ലിസുകൾ നടക്കുന്നു. പിന്നൊരു ഭാഗത്ത് രോഗങ്ങളെ കൊണ്ടും വിഷമങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്നവർക്ക് വലിയ അത്താണിയായി മഹാനായ തങ്ങൾ ഇവിടെയും കേരളഘട്ടയിലും പ്രവർത്തിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ തങ്ങളവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തിട്ട് മുഅ്മിനീങ്ങൾ, നിങ്ങൾ എല്ലാ കാര്യങ്ങളിൽ നല്ല മനസ്സോടുകൂടെ നിങ്ങളുടെ സാന്നിധ്യവും സഹകരണവും ഉണ്ടാകണമെന്ന് വളരെ സ്നേഹത്തിൽ അറിയിച്ചിട്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഈമാനുള്ള, തഖ്വയുള്ള, ഇസ്സത്തുള്ള, അന്തസ്സും അഭിമാനവും റാഹത്തും സുഖവും സന്തോഷവും ഉള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.